സ്വർഗപിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ തിരുവനന്തപുരം ദേശനിവാസികളെയും അറിയിക്കുകയാണ്. സ്വർഗപിതാവിന് ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാനുള്ളൊരു നല്ല സന്ദേശം നിങ്ങളെ അറിയിച്ച് കടന്നു പോകുവാനാണ് ഇപ്പോൾ ടീം ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: രാജ്യത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം? കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് മാനവരാശിയോട് വിളിച്ചറിയിച്ച ഈ സദ്വാർത്ത ഈ തിരുവിതാംകൂർ ദേശനിവാസികളെയും ഈ ദേശത്തെ അറിയിച്ച് ഞങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അതിനായി ആദ്യമായി ഒരു ഗാനം ആലപിക്കുന്നു. തുടർന്ന് ദൈവരാജ്യ സുവിശേഷം നിങ്ങൾക്ക് കേൾക്കാം. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്? ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്? അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. അഹങ്കരിക്കും, പിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും, ഡിഗ്രിക്കും പീജിക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും, ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അഹങ്കരിക്കും, പിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും, ഡിഗ്രിക്കും പീജിക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും, ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയായി, സർവകലാശാലകളെ ഏറ്റെടുക്കൂ വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ലോകകലാശാലകളെ പങ്കെടുക്കൂ വെല്ലുവിളിയിൽ. ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയായി, സർവകലാശാലകളെ ഏറ്റെടുക്കൂ വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ലോകകലാശാലകളെ പങ്കെടുക്കൂ വെല്ലുവിളിയിൽ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. മതങ്ങളെ നിങ്ങൾക്കും ചേരാം, മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം, രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാളി തൊഴിലാളിക്കും
കമ്പ്യൂട്ടർ വിദ്വാനും ചേരാം, ശാസ്ത്ര നായകന്മാർക്കും. യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുതേ, മതങ്ങളെ നിങ്ങൾക്കും ചേരാം, മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം. രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാളി തൊഴിലാളിക്കും കമ്പ്യൂട്ടർ വിദ്വാനും ചേരാം, ശാസ്ത്ര നായകന്മാർക്കും. യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുതേ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ലോകം തരും ഡിഗ്രിയാൽ നീ നേടും അന്നം കഴിക്കാൻ, ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ. ശരീരം നിൽക്കില്ല, ജീവനും നിൽക്കില്ല, മരണം വിഴുങ്ങുമ്പോൾ ഭോഷനായി തീരും നീ. ലോകം തരും ഡിഗ്രിയാൽ നീ നേടും അന്നം കഴിക്കാൻ, ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ. ശരീരം നിൽക്കില്ല, ജീവനും നിൽക്കില്ല, മരണം വിഴുങ്ങുമ്പോൾ ഘോഷനായി തീരും നീ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ചേരുക നീ യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ, നേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി വാണിടാനീ ഭൂവേ യേശുവോടൊപ്പമായി. ചേരുക നീ യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ, നേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി വാണിടാനീ ഭൂവേ യേശുവോടൊപ്പമായി. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കുമർത്ഥമെന്ത്. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കുമർത്ഥമെന്ത്. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായൊരു ദിവസം സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകുവാനായിട്ടിടയായി. തിരക്ക് പിടിച്ച ഈ ഭൂമിയിലെ യാത്രയുടെ ഇടയിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത
സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള സന്ദേശം എന്തെന്ന് കേൾക്കുവാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തിരുവാങ്കുളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ദൈവം തന്റെ ചിന്തകളെ അറിയിപ്പാൻ ഈ സ്ഥലത്തെ തെരഞ്ഞെടുത്തു. ഈ സ്ഥലം കാണുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, ചെറുനാളുകളിൽ ഈ തിരുവാങ്കുളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ അപ്പനും അമ്മയും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ സ്ഥലത്ത് സൃഷ്ടാവായ ദൈവത്തിന്റെ ചിന്തകൾ അറിയിപ്പാൻ, ദൈവത്തിന് മാനവരാശിയെക്കുറിച്ചുള്ള ആലോചന എന്തെന്ന് അറിയിപ്പാൻ ഈ സ്ഥലം ദൈവം തെരഞ്ഞെടുത്തതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും വലിയ തിരക്കിലാണ്. സൈക്കിളിലും സ്കൂട്ടറിലും ബൈക്കിലും ഓട്ടോറിക്ഷയിലും കാറിലും ബസ്സിലും നടയാത്രയായും ഒക്കെ നാം വളരെ തിരക്കിലാണ്. എന്തിനാണ്? മരിക്കുവാനുള്ള യാത്രയിലാണ് നാം. മരിക്കുവാനുള്ള യാത്രയ്ക്ക് വളരെ തിരക്ക് കൂട്ടി ഓടുന്ന ഒരു കൂട്ടം ജനം. എങ്ങോട്ടേക്കാണ് ഈ തിരക്ക് പിടിച്ച യാത്രയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതാവസാനം ഒരു ചിതയിൽ അല്ലെങ്കിൽ ഒരു സെമത്തേരിയിൽ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും. വളരെ തിരക്ക് പിടിച്ച യാത്ര. അങ്ങനെ ഈ വഴി യാത്രയിൽ നാം നശിക്കാൻ പോവുകയാണ് എന്ന ചിന്ത ഒരു മനുഷ്യനുമില്ല. മറ്റുള്ളവർ ഓടുന്നത് പോലെ ഞാനും ഓടുന്നു. എന്നാൽ സൃഷ്ടാവിന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, ഈ വഴിയിൽ, ഈ നാശത്തിലേക്ക് പോകുന്ന ഈ വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ തന്റെ പുത്രനെ ചുംബിപ്പിൻ. ആ യാത്രയ്ക്ക് ഒരു ഡീവിയേഷൻ ഇട്ട് തരികയാണ്. ഞങ്ങളിപ്പോൾ പുത്തൻകുരിശിൽ നിന്ന് തിരുവാങ്കുളത്ത് വന്ന് ചോറ്റാനിക്കരയിലേക്കുള്ള യാത്രയാണ്. എന്നാൽ ഇതേപോലെ മനുഷ്യരെല്ലാം ജന്മദിന വാതിലിൽ ആരംഭിച്ച് മരണദിന വാതിലിലേക്കുള്ള യാത്രയാണ്, മരിക്കാനുള്ള വഴിയാണ്. എന്നാൽ ഈ തിരുവാങ്കുളത്ത് വെച്ച് വേണമെങ്കിൽ ഞങ്ങൾക്ക് വഴിമാറി പോകാം. ചോറ്റാനിക്കരയ്ക്ക് തിരിയുന്നതിന് പകരം എറണാകുളത്തേക്ക് തിരിയാം, തൃപ്പൂണിത്തുറ വഴി എറണാകുളത്തേക്ക്. ഇതേപോലെ മരിക്കാനുള്ള യാത്രയിൽ ഈ വഴിയിൽ ദൈവം ഒരുക്കിയ ഒരു ജീവന്റെ ജംഗ്ഷൻ ഉണ്ട്. ആ ജീവന്റെ ജംഗ്ഷനാണ് ഈ തിരുവാങ്കുളം ജംഗ്ഷൻ പോലെ. ഈ ജീവന്റെ ജംഗ്ഷനാണ് ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. സ്വർഗത്തിലെ ദൈവം ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായം അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അപ്പൊ മരണത്തിലേക്കുള്ള വഴിയാണ്. ഈ വഴിയിൽ നിങ്ങൾ നശിച്ചു പോകും. നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ മനുഷ്യരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു നാമം ദൈവപുത്രനായ ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തെ ചുംബിപ്പിൻ. അതിന്റെ അർത്ഥം, ആ യേശുവിനെ നിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് അനുസരിച്ച് ജീവിപ്പാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഈ മരണമെന്ന യാത്രയെ ഈ തിരുവാങ്കുളം ജംഗ്ഷനിൽ ചോറ്റാനിക്കരയ്ക്കും എറണാകുളത്തിലും തിരിയുന്നത് പോലെ മരണമുള്ള യാത്രയിൽ ഈ വഴിയിൽ വെച്ച് നിനക്ക് ഈ ജംഗ്ഷനിൽ വെച്ച് മാറാം. നിനക്ക് ഇതാ ജീവന്റെ യാത്രയ്ക്ക് തിരിയാം. അങ്ങനെ മരണത്തിന്റെ വഴിയായിരുന്ന നിന്നെ ജീവന്റെ വഴിയിലേക്ക് തിരിക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും, നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ഭവനമാക്കി മാറ്റുന്ന, ദൈവത്തിന്റെ ഭവനത്തിലെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്ന ഒരു HPR, ഹെവൻലി പെർമനന്റ് റെസിഡൻസ് നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഒരു ജന്മദിന വാതിലിലൂടെ ആരംഭിച്ച ഒരു മരണദിന വാതിലിലൂടെ കടന്നു പോകുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഭൂമിയിലുള്ളൂ. ആ യാത്രയിൽ നിങ്ങൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നു, ബസ്സിൽ സഞ്ചരിക്കുന്നു, ലോറിയിൽ സഞ്ചരിക്കുന്നു, എവിടെ സഞ്ചരിച്ചാലും അല്പദിവസത്തിനുള്ളിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും. എന്നാൽ മരിക്കാനുള്ള ഈ യാത്രയിൽ മരണമെന്ന ജംഗ്ഷൻ, ആ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് നിന്നെ വഴിതിരിച്ചു വിടുകയാണ് ജീവന്റെ മാർഗത്തിലേക്ക്.
അതിനുവേണ്ടി സൃഷ്ടാവ് ഒരുക്കിയ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മളെപ്പോലെ മരണമില്ലാത്ത നമ്മുടെ ഉടമസ്ഥനായ സൃഷ്ടാവ് ഒരുക്കിയ ആ ഭാവിയെ നിനക്ക് പറഞ്ഞു തരികയാണ് രാജ്യത്വ സുവിശേഷത്തിലൂടെ ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ക്രിസ്തു ചെയ്തത്. ആ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. എന്താണ് രാജ്യത്വത്തിന്റെ സുവിശേഷം? രാജ്യത്വത്തിന്റെ സുവിശേഷം പ്രിയ കുഞ്ഞുങ്ങളെ മറ്റൊന്നുമല്ല, സൃഷ്ടാവായ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളായി ദൈവം അനാദിയിലെ നമ്മളെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ രാജ്യത്തെ സുവിശേഷത്തിലൂടെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. രാജ്യത്തെ സുവിശേഷം എന്ന് പറയുന്നത് സർവത്തെയും ഭരിക്കുന്ന, സ്നേഹനിധിയായ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ തന്റെ ഒരേ ഒരു മകന്, ഏകജാതനായ പുത്രനിലൂടെ, ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള അവസരം ഇപ്പോൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. മരണം നിങ്ങളെ കീഴടക്കുന്നതിന് മുമ്പ് മരണത്തെ കീഴടക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇതാ ഞാനിവിടെ പഠിച്ചത് ഈ ചോറ്റാനിക്കര സ്കൂളിലാണ്. ഞാൻ ആ സ്കൂളിൽ നിന്ന് പഠിച്ച ഈ സംവിധാനം കൊണ്ടത് മരണത്തെ കീഴടക്കാൻ പറ്റില്ല. ഈ ലോകത്തിലെ വിദ്യാഭ്യാസം കൊണ്ട് മരണത്തെ കീഴടക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ ആശുപത്രികൾ കൊണ്ട് മരണത്തെ കീഴടക്കാൻ കഴിയത്തില്ല. ഇതുവരെയും ഒരു ആശുപത്രിക്ക് പോലും ഇതുവരെയും ഒരു ജയം പോലും കിട്ടിയിട്ടില്ല. എല്ലാ കേസും പരാജയമാണ്. ഏത് മനുഷ്യനെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചാലും തൽക്കാലത്തേക്ക് ഒരു വിടുതൽ കിട്ടുമെന്നല്ലാതെ അവനെ മരണമില്ലാതാക്കുവാൻ ഒരാശുപത്രിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാ ഞാൻ എന്റെ മുമ്പിൽ കാണുന്നത് ഒരു ഫാർമസിയാണ്. നല്ല കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. മനുഷ്യർക്ക് രോഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നു. പക്ഷെ ഈ ഫാർമസിയുടെ ഉള്ളില് മരണത്തെ നീക്കുവാൻ കഴിയുന്ന ഒരു മരുന്നുമില്ല. എന്നാൽ മരണത്തെ നീക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം സൃഷ്ടാവായ ദൈവത്തിന്റെ കയ്യിലുണ്ട്. അത് കേരള ഗവൺമെന്റിന്റെ കയ്യിൽ, ഇതാ നമ്മളുടെ ശ്രേഷ്ഠനായ മുഖ്യമന്ത്രിയുടെ കയ്യിൽ, ഇതാ പ്രധാനമന്ത്രിയുടെ കയ്യിലില്ല, അമേരിക്കൻ ഗവൺമെന്റിന്റെ കയ്യിലില്ല, അങ്ങ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കയ്യിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കയ്യിലും മരണത്തെ നീക്കുവാൻ കഴിയുന്ന ഒരു ഡിഗ്രിയില്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ല. എന്നാൽ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന്റെ കയ്യിൽ നമ്മളുടെ ജീവിതത്തിലെ മരണത്തെ മാറ്റി നമ്മളെ ഓരോരുത്തരെയും മരണമില്ലാത്തവരാക്കി തന്റെ മക്കളാക്കി തന്നോടുകൂടെ തന്റെ കുടുംബത്തിൽ വസിപ്പിക്കാനുള്ള ആ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയാണ് സൃഷ്ടാവായ ദൈവം. ആ സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള സന്ദേശമാണ് ഇതാ ഞങ്ങൾ മുഖാന്തരം ദൈവം നിങ്ങളെ അറിയിക്കുന്നത്. ആ സന്ദേശം മോനെ നിന്നെ ഒരു മനുഷ്യ കുടുംബത്തിലെ അംഗമാക്കി, ഒരു മനുഷ്യനാക്കി, ഒരു ജന്മദിനവാദലിലൂടെ കൊണ്ടുവന്ന് മരണദിനവാദലിലൂടെ അവസാനിപ്പിക്കുന്ന പരിപാടിയല്ല. അത് മതത്തിൽ ചേർക്കുന്ന പരിപാടിയല്ല, അത് സംഘടനയിൽ ചേർക്കുന്ന പരിപാടിയല്ല. പകരം സൃഷ്ടാവായ ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനാക്കി മാറ്റുന്ന, മരണമില്ലാത്തവനാക്കി മാറ്റുന്ന, ക്രിസ്തുവിന്റെ സഹോദരന്മാരാക്കി മാറ്റുന്ന, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കി മാറ്റുന്ന ഒരു സന്ദേശമാണ് ഇതാ രാജ്യത്വത്തിന്റെ സുവിശേഷമായി ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരാള് ഇതാ തന്റെ മകന്റെ വിവാഹത്തിന്റെ ഇൻവിറ്റേഷൻ തരുന്നത് പോലെ ഇതാ ഈ തിരുവാങ്കുളം ജംഗ്ഷനിൽ വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ തരികയാണ്. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് തരുന്ന ഇൻവിറ്റേഷൻ പോലെയാണ്. മോനെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. ഇതാ യേശുക്രിസ്തു എന്ന എന്റെ മകനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ആ മകനെ അനുസരിച്ച് എന്റെ വീട്ടിലേക്ക് അവനെ അനുഗമിച്ച് നിനക്ക് കടന്നു വരാം എന്നുള്ള സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമകനെ, പ്രിയമകളെ, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ കൂട്ട സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ട അവകാശിയായി ആ സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ?
മക്കളെ, താല്പര്യമുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ താല്പര്യം കൊണ്ട് മാത്രം അവിടെ എത്താൻ കഴിയുകയില്ല. കാരണം ഈ ഭൂമിയിൽ ഇതിനായിട്ട് ഒരു വഴിയുമില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്നെ ഇതാ ഈ ലോകത്തിൽ നിന്ന് ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകാൻ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് ആ വഴി. ആ വഴി ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എങ്ങനെ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. അപ്പൊ പിതാവിന്റെ അടുക്കൽ എത്തുക എന്ന ലക്ഷ്യത്തിലേക്ക്, ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും എത്തണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആകാശങ്ങളിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമമല്ലാതെ. നാം ഓരോരുത്തരും പാപനിമിത്തം ഈ ലോകമെന്ന ജയിലിൽ മരണത്തിനായി പിടിക്കപ്പെട്ടിരിക്കുന്ന ജയിൽ പുള്ളികളാണ്. ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പാപത്തിന്റെ ശമ്പളമായ മരണം കൊണ്ട് മാത്രമേ കഴിയൂ. ഇതാൽ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചത് തന്റെ സന്ദേശം നമ്മളെ അറിയിച്ച്, നമ്മളെ ഈ ലോകത്തിൽ രക്ഷിച്ച്, നമ്മളെ തിരികെ സ്വർഗീയ പിതാവിന്റെ ഭവനക്കാരാക്കി, ഇതാ ദൈവത്തിന്റെ മക്കളാക്കി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി, കൂട്ടവകാശികളാക്കി തീർക്കാനാണ്. അതുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കുകയും അങ്ങനെ മാനവകുലത്തെ പൂർണ്ണമായും പാപത്തിൽ നിന്ന് വിടുവിക്കുകയും തുടർന്ന് അത് വിശ്വസിക്കുന്ന മക്കളെ തന്നിൽ താൻ കാൽവരി ക്രൂശിൽ ചെയ്ത പുതിയ സൃഷ്ടികർമ്മത്തിൽ വീണ്ടും ജനിപ്പിക്കുകയും അവരോട് തന്നെ അനുഗമിച്ച് തന്റെ പിതാവിന്റെ ഭവനത്തിലെത്തുവാൻ കൽപ്പിക്കുകയും ചെയ്തു. പ്രിയമകനെ, പ്രിയമകളെ, അങ്ങനെ ആ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലെത്തുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ വിശ്വസിക്കുക, ഞാനും നിങ്ങളും പാപനിമിത്തം മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നും ആ ക്രിസ്തുവിനെ സ്വർഗത്തിലെ അത്യുന്നതനായ പിതാവായ ദൈവം ഇതാ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ആ ക്രിസ്തു ഇന്ന് നിത്യം എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്നും അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ഞാനും ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവോട് എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവായി രക്ഷിതാവായി കടന്നു വരണമേ, നിത്യമായ സ്വർഗീയ പിതാവിങ്കലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് നീ പ്രാർത്ഥിച്ച് വാഗൊണ്ട് ഏറ്റു പറയുന്നുവെങ്കിൽ പ്രിയമകനെ, പ്രിയമകളെ, ദൈവം ഒരുക്കിയ ഈ വഴിയിലൂടെ ദൈവം ഒരുക്കിയ ആ ദൈവപിതാവിന്റെ ഭവനത്തിലെ ലക്ഷ്യത്തിലേക്ക് നിനക്ക് കടന്നു വരാമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോ എന്താണ് രാജ്യത്തെ സുവിശേഷം എന്ന് ഈ തിരുവാങ്കുളം ജംഗ്ഷൻ കേട്ടിരിക്കുകയാണ്. നാളെ ഞങ്ങളത് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയരുത്. വിശുദ്ധ ബൈബിൾ മത്തായിയുടെ സുവിശേഷം 24-14 ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തെ എല്ലായിടവും അറിയിക്കും. അതേ തിരുവാങ്കുളവും കേട്ടിരിക്കുകയാണ്. ഈ ഓൺലൈനിലൂടെ ഇത് എവിടെയല്ല എത്തുന്നു നിങ്ങളെല്ലാം കേട്ടിരിക്കുകയാണ്. ആ വചനം ഇപ്പോൾ നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടെ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇതാ ദൈവപുത്രന്മാരുടെ ഗവൺമെന്റ് ജെറുസലേം തലസ്ഥാനമാക്കി ആരംഭിക്കും. ആ ഗവൺമെന്റ് ആയിരിക്കും തുടർന്ന് ഈ ഭൂമിയെ വാഴുവാൻ പോകുന്നത് എന്ന്. ആ ഗവൺമെന്റിന് ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതാ ആ ദൈവത്തിന്റെ ഭവനത്തിലെ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു കർത്താവിനെ നിന്റെ രക്ഷിതാവ് കർത്താവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് യേശു ദൈവപുത്രനാണ് എന്നോ മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ യേശുവെ അനുഗമിച്ചനുസരിപ്പാൻ പ്രിയമകനെ നീ തയ്യാറാകുന്നതെങ്കിൽ ആ നിത്യമായ ദൈവരാജ്യത്തിലേക്ക് നിനക്ക് കടന്നു വരാമെന്ന് പ്രത്യേകിച്ച് കുഞ്ഞെ നിന്നെ ഓർപ്പിക്കുകയാണ്. ഇതാ ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ സഹോദര സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ 2 നോട്ടീസുകൾ കൊണ്ട് നൽകിയിട്ടുണ്ട്. അതിലൊന്നൊരു ട്രാക്റ്റാണ്. ഈ രാജ്യത്തെ സുവിശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിച്ച് കടന്നു പോകുന്നു. പക്ഷെ പെട്ടെന്ന് നിങ്ങളത് മറന്നുപോകും. എന്നാൽ ആ ട്രാക്ട് അത് മറന്നു പോവുകയില്ല. ആ ട്രാക്റ്റിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി, അതെ, ഏത് ദൈവം? നിങ്ങളുടെ ഉടമസ്ഥനായ, നിങ്ങളുടെ ഓണറായ, നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അത് മാഞ്ഞു പോവുകയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം, അത് മാഞ്ഞു പോകത്തില്ല. രണ്ടാമതൊരു നോട്ടീസ് ഉണ്ട്. അത് ഇവിടെ എറണാകുളത്ത് പൂക്കാട്ടുപടിക്ക് അടുത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷത്തിലധികമായും പ്രവർത്തിച്ചു വരുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് നിങ്ങളെ അവരെ ക്ഷണിക്കുകയാണ്. മറ്റന്നാളാണ് ഈ മാസത്തെ ധ്യാനം.
ജീവിതത്തിൽ ദുഃഖത്തിലും സങ്കടത്തിലും മറ്റു പല പല വിഷമങ്ങളിലും എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാതെ തളർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് അതൊരു ആശ്വാസ കേന്ദ്രമാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു വരാൻ നിങ്ങളെ അവരെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതിന്റെ താഴെ ഞങ്ങളുടെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും ദൈവരാജ്യ സുവിശേഷത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കൂടുതലായി അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ മക്കളെ എവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ തിരുവാങ്കുളം ദേശത്തോട് അങ്ങ് കനിവ് ചെയ്തതിനായി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മഹാഭാവിയെ അങ്ങ് അറിയിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുത്ത് അവിടെ എത്തിക്കുവാൻ, അങ്ങിൽ എത്തിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ഓൺലൈനിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുമെല്ലാം ഹൃദയങ്ങൾ തുറന്ന് ഈ സുവിശേഷം ശ്രദ്ധിച്ച് അങ്ങിൽ എത്തിച്ചേരുവാൻ അങ്ങുമായി ഒരു കുടുംബമായി തീരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തെ, ഇവരുടെ സ്ഥാപനങ്ങളെ, ഇവരുടേതായ ഓട്ടോറിക്ഷകളെ, ഇവരുടേതായ കടകളെ, ബിസിനസ്സുകളെ, ജോലികളെല്ലാം, ഇവരുടെ കുടുംബത്തെ, മാതാപിതാക്കന്മാരും മക്കളെ എല്ലാം ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ആരോഗ്യത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാവരും അങ്ങിൽ ഫലമുള്ളവരായി തീരുവാൻ, ആ ഫലം സ്വർഗീയ പിതാവിൽ എത്തിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഇവരെല്ലാവരും ക്രിസ്തുവിൽ അങ്ങയുടെ മക്കളായി തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തെ ഒരുമിച്ച് അനുസരിക്കുന്നു. നന്ദി, നമസ്കാരം.